എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം അഭി ആകെപ്പാടെ പെട്ടുപോവാണ്. അഭി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അനഘ ജീവിതത്തിലേക്ക് വീണ്ടും വരുമെന്നുള്ള കാര്യം. അനഘ മരിച്ചിട്ടില്ലെന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അഭിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. പിന്നീട് അഭി നേരെ ഗുണ്ടകളുടെ അടുത്തേക്ക് പോവാണ്. ഈ സമയത്ത് മുത്തശ്ശനും ആദർശം ഇങ്ങനെ പരസ്പരം നോക്കുകയാണ്. ആദർശ് പറഞ്ഞു, എന്നാലും ഇത് എന്തൊരു അത്ഭുതം മുത്തശ്ശ സംഭവിച്ചിരിക്കണമെന്ന് നിൽക്കുക. അതാ എനിക്കും മനസ്സിലാകത്തെ. അല്ല, അവള് മരിച്ചെന്നും പറഞ്ഞ് വിധി എഴുതി. ഇനിയിപ്പോൾ അടക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പ് നമ്മളോടൊന്ന് പോന്നതല്ലേ. പിന്നെ എങ്ങനെയാ അവളുടെ കാലൊക്കെ അനങ്ങിയത് ഒന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണ. എനിക്കും അറിയില്ല മുത്തശ്ശാന്ന് പറയാം. മുത്തശ്ശൻ പറഞ്ഞു, ഒരു പക്ഷേ അവള് ജീവിതത്തിലേക്ക് ഒന്ന് തിരികെ വന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവളെന്നെ അറിയാൻ കഴിഞ്ഞാലും ആ സത്യമൊക്കെ, കുഞ്ഞിന്റെ അച്ഛൻ ആരാന്നുള്ള കാര്യമൊക്കെ. ഇത് കേട്ട് ഇപ്പൊ ആദർശ് പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയണം. ആ സമയം അഭി ആകപ്പാടെ സമനിലയേറ്റ് നേരെ ഗുണ്ടകളുടെ അടുത്തേക്ക് എല്ലുവാണ്. ചെന്നിട്ട് ചോദിച്ചു, നീയൊക്കെ എന്ത് പരിപാടിയാടാ കാണിച്ചെന്ന് ചോദിക്കും. അല്ല, എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. അത് പിന്നെ എടാ, അവളും മരിച്ചിട്ടില്ല. അവളെങ്ങാനും ഇനി ഇപ്പൊ കണ്ണു തുറന്ന് എന്റെ മുത്തശ്ശനോട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവിടെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? എന്നെ അവിടെ നിർത്തുവോ? ഇപ്പോഴത്തെ എന്റെ അവസ്ഥ എന്തായിക്കൊണ്ടിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയണം. ഞാൻ ആകാപ്പാടെ ഇപ്പം മരിച്ചതിന് തുല്യമായി മാറിക്കൊണ്ടിരിക്കുക. അവൾക്ക് ജീവനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും. ഇത് കേട്ടപ്പോൾ അതിൽ ഒരുത്തം പറഞ്ഞു, അഭിസാറ് വിഷമിക്കൊന്നും വേണ്ട, അവൾ ഇനി അങ്ങനെ കിടക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞേ, പേടിക്കൊന്നും വേണ്ട, അവൾ ഇനി സംസാരിക്കത്തില്ല എന്ന് പറയണം. സംസാരിക്കത്തില്ല നീയൊക്കെയല്ലേ പറഞ്ഞത്, പക്ഷെ ഉറപ്പൊന്നും ഇല്ലല്ലോ. അവൾക്ക് ചിലപ്പോൾ സംസാരശേഷി തിരികെ കിട്ടിയാലോ? അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എങ്ങാനും അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണെങ്കിൽ ആ നിമിഷം അവളെ തീർത്തേക്കണം. അവൾ ഇനി ഒരക്ഷരം പോലും ഉരിയാടാൻ പാടില്ല, അറിയാലോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല എന്ന് പറയണം. ഇത് കേട്ട അവന്മാര് പറഞ്ഞു, ഇല്ല സാറേ, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ രക്ഷപ്പെട്ട് നിൽക്കുക. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ് വന്നതായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ പറയണം. പിന്നീട് അഭി ആദർശിന്റെ മുത്തശ്ശന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് ആദർശനോട് മുത്തശ്ശൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മള്? മോളെ നമ്മള് വീട്ടിലേക്ക് കൊണ്ടായാലെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അല്ല മുത്തശ്ശ, അത് വേണോന്ന് ചോദിക്കാം. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? കൊണ്ടാവാതെ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റുമോ? അവളുടെ അമ്മ അവസ്ഥ കിടക്കുമല്ലേ. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ കിടക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിർത്തിയിട്ട് പോകാനും പറ്റില്ലല്ലോ എന്ന് പറയണം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയണം. ആ സമയത്ത് അഭി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആദർശേട്ടന് ഇത് മുത്തശ്ശനെ കൂട്ടി കുഞ്ഞിനെ കൊണ്ട് പോയിക്കോ, ഞാൻ പിന്നെ വന്നോളാന്ന് പറയണം. അല്ല എടാ, അതെങ്ങനെ ശരിയാവും? അതേ ശരിയാവത്തുള്ളൂ, ഞാനിവിടെ നിൽക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നമാവുമെന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. ഇനിയിപ്പോൾ എൻ്റെ പേര് പറഞ്ഞാൽ മതി. മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കോട്ടെ. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുന്നേ? അല്ലാതെ വേറെ ഞാൻ നോക്കിയിട്ടൊരു പോംവഴിയും കാണുന്നില്ലെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശം മുത്തശ്ശനോട് പറഞ്ഞു, എന്താ മുത്തശ്ശ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. എനിക്കറിയത്തില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. ഞാനിപ്പോൾ ഇതിനകത്ത് എന്ത് പറയാനാന്ന് മുത്തശ്ശനും പറയണം. എന്തായാലും ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളയാനായിട്ട് ഞാൻ ഒരുക്കമല്ല. അതിന് ഉപേക്ഷിച്ച് കളയാൻ ഞാനൊട്ട് തീരുമാനിച്ചിട്ടും ഇല്ല എന്ന് പറയണം. പിന്നീട് ആദർശം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ തീരുമാനിക്കാം എന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് നവ്യക്കാണെങ്കിൽ ആകെപ്പാടെ നല്ല വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നവ്യ ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന സമയത്ത് കനക പറഞ്ഞു, മോളെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറയാ. വേണ്ട, അഭി വരട്ടെ, അഭി വന്നിട്ട് പോയാൽ മതി എന്ന് പറയാ. അഭി വരുന്നോടം വരെ എത്ര സമയം എന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതൊന്നും കുഴപ്പമില്ല, അഭി വന്നു കഴിയുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാം അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കനകയുടെ നെഞ്ചിനകത്തൊരു തീയാണ്. ഇത് വലിയ വേദനയാണോ എന്താന്നൊക്കെ നവ്യയ്ക്ക് അറിയത്തുള്ളൂ. നവ്യാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാണെങ്കിൽ വലിയ കുഴപ്പമില്ലല്ലോ. പക്ഷെ അവളാണെങ്കിലോ ഹോസ്പിറ്റലിലേക്ക് പോകാനൊട്ട് കൂട്ടാക്കുന്നുമില്ല. അഭി വന്നിട്ട് പോകുന്നുള്ളെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നീട് മോളെയും കൊണ്ട് മുത്തശ്ശനും ആദർശമൊക്കെ അങ്ങനെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ദേവേനയും നയനയൊക്കെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. പിന്നീട് ഈ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ കുഞ്ഞിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, അതെ നമുക്ക് വേണ്ടപ്പെട്ടൊരു കുഞ്ഞാന്ന് പറയണേ. വേണ്ടപ്പെട്ട കുഞ്ഞോ? എന്താച്ചാ? അല്ല, ഈ മോളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ പറയാണ്. ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച കാര്യം, അതിനുശേഷം ചെന്നതും ആ കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടിപ്പോയി ദേവേനി. ചോദിച്ചു, അല്ല എന്നിട്ട് അഭി എന്തിയെന്ന് ചോദിക്കണം. അവനും ഹോസ്പിറ്റലിൽ നിൽക്കുക, ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം നയന് പറഞ്ഞു, ദീപമേ, ഇനി ഇതെങ്ങാനും നവ്യേച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് ശരിയാ, നല്ല ഓമനത്തുള്ളൊരു മോള് എന്നൊക്കെ ദേവേനി പറയുന്നുണ്ട്. പിന്നീട് എന്ത് ചെയ്യണം, ദേവേനി കുഞ്ഞിനെ ആദർശിന്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ്. അതിനടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്. കാരണം എത്രയെന്ന് പറഞ്ഞാൽ പിഞ്ചു കുഞ്ഞല്ലേ. അതിന്റെ അമ്മ അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ലാതെ കിടക്കുന്ന സമയം കൂടെ അല്ലേ. അപ്പൊ അതിന് ആരോരും ഇല്ലാത്ത സമയത്ത് അതിന് തുണയേകണമല്ലോ.
അപ്പം അതുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. പോരാഞ്ഞിട്ട് അഭി ചെയ്ത ക്രൂരതയാണ്. പിന്നീട് മുത്തശ്ശനൊക്കെ പറഞ്ഞ് തൽക്കാലത്തേക്ക് ഇവിടെ ആരോടും ഇത് പറയാനൊന്നും പോണ്ട എന്നൊക്കെ പറയാണ്. ഇനിയിപ്പോൾ ഇത് അറിഞ്ഞിട്ട് ഇനി വലിയൊരു ഭൂകമ്പം തന്നെ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിസ്തീർണമൊന്നും കൊടുക്കേണ്ടതെന്ന് പറയണം. അങ്ങനെ ആദർശ് എന്ത് ചെയ്യുവാണ്, മോളെ എടുക്കുവാണ്. മോളെ എടുത്തിട്ട് പറഞ്ഞ് ബാ എന്നും പറഞ്ഞിട്ട് എടുത്ത് കഴിയുമ്പോഴത്തേനും മോൾ അങ്ങോട്ട് ചെന്ന് ആദർശിന്റെ കയ്യിലേക്ക് ചെന്നു. ഒരു മടിയും കൂടാതെ ചെല്ലുവാണ്. കാരണം മോളുടെ മനസ്സിൽ ആദർശാണ് കുഞ്ഞിന്റെ അച്ഛന്. ആദർശ് മോളെ എടുത്തോണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ പറഞ്ഞ് കണ്ടില്ലേ, മോളോട് അവന് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നേ. അല്ലെങ്കിലും പണ്ട് മുതൽ അതെ, കുഞ്ഞുങ്ങളോടൊക്കെ അവന് ഭയങ്കര സ്നേഹമാണെന്ന് പറയണ. എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സന്തോഷം തോന്നി. പ്രത്യേകിച്ച് സംശയങ്ങളും കാര്യങ്ങളും ഒന്നും തോന്നിയില്ല. കാരണം ആദർശിന്റെ ഫോട്ടോയാണ് അവിടെ കണ്ടതെന്നുള്ള കാര്യമൊന്നും അവർക്കറിയത്തില്ല. ആദർശ് തെറ്റുകാരനല്ല. പക്ഷെ അബിയുടെ ചതിപ്പെട്ടിരിക്കുക എന്നുള്ള കാര്യവും അവർക്കറിയാവുന്ന കാര്യമായിരുന്നില്ല. ഈ സമയത്ത് ആദർശ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ദേവേനി നയനയോട് പറഞ്ഞു, ശേ ഇനിയിപ്പം നവ്യയോട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പറയുന്നു ചോദിക്കുക. എനിക്കറിയത്തില്ല. നവ്യേച്ചാണ് ഭയങ്കര സന്തോഷത്തിലാ. ഇപ്പോഴാണെങ്കിൽ അബി ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നുണ്ട്, നവ്യേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് നവ്യേച്ചി സന്തോഷത്തിലാന്ന് പറയാണ്. ദേവേനെ പറഞ്ഞൊരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളൊന്നും നവ്യോട് പറയാനായിട്ട് പോകണ്ട. അവള് സന്തോഷത്തോടെ ഹോസ്പിറ്റലിൽ പോയി ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിയട്ടെ. അതിനുശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കാരണം ഇപ്പോഴറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷയവും. വയറ്റിലൊരു കുഞ്ഞൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഈ സമയത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഷോക്കായിട്ട് മാറുമെന്ന് പറയണം. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ചേച്ചി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. എന്നാലും അബിക്ക് ഇത് എങ്ങനെ ചെയ്യാൻ തോന്നി? ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ദേവേന പറഞ്ഞു, അത് ശരി തന്നെയാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ, സംഭവിക്കാനുള്ളത് ഇനിയിപ്പം എപ്പോഴാണ് നമ്മൾ സംഭവിക്കും എന്നൊക്കെ പറയാണ്. ആ സമയം അബി ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അബി പറഞ്ഞു, ഇനിയിപ്പോൾ അവൾക്ക് അങ്ങനെ ബോധം വീഴുവാടാന്ന് ചോദിക്കുകയാണ് ഗുണ്ടകളോട്. പറയാൻ പറ്റില്ല എന്ന് പറയണം. അവൾക്ക് അങ്ങനെ ബോധം വീഴണം, അവളെ തീർക്കാൻ വേണ്ടി ഞാനിവിടെ കാത്തിരിക്കുന്നത്. അവളെ തീർത്തു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനത്തോടെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. എത്ര നാളെന്ന് വെച്ചാൽ ആദർശാണ്ട് മോളാന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും എനിക്ക്. ഇന്നല്ലെങ്കിൽ നാളെ എന്തേലും കാരണത്താൽ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി എൻ്റെ മുഖം മൂടി വലിച്ചു കീറുമെന്ന് പറയണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അനന്തപുരി കാല് കുത്താൻ പോലും പറ്റില്ല. അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ നടത്തണം. ഇനി ഇവളെങ്ങാനും കണ്ണു തുറന്ന് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും പ്രശ്നമാണെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, അതെ അബി സാർ ധൈര്യമായിട്ട് വെക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. ആ സമയത്താണ് അബിയുടെ ഫോണിലേക്ക് കനകയുടെ കോൾ വരുന്നത്. അതേ മോനെ, നവ്യക്ക് നേരെ വയ്യ, നല്ല വയറുവേദന ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അബി ചോദിച്ചു, അല്ല എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് ചോദിക്കുക. ഇല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ല, മോൻ വന്നിട്ട് പോകുന്നുള്ളതെന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ചിരിക്കുക. ഞങ്ങൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്ന് പറയണം. ശരി കോള് വെച്ചോളാൻ പറയണം, ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറയണം. പിന്നീട് അബി പറഞ്ഞു, ഓ ഒരുത്തി ഇവിടെ കിടക്കുന്നു, ഒരുത്തി അവിടെയാണെങ്കിലോ വയറുവേദനയാന്ന് പറഞ്ഞിട്ട് രണ്ടിൻ്റെ നടുക്ക് താൻ പെട്ടുപോയിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓരോ പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വരുമ്പോഴത്തേനും അടുത്ത പ്രശ്നം ഇങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് ഇങ്ങനെ മനസ്സിൽ പറയാണ്. ഈ സമയത്ത് നവ്യ കനകയോട് ചോദിച്ചു, എന്ത് പറഞ്ഞ അബി? അബി ഇപ്പം തന്നെ വരും, മോള് വിഷമിക്കൊന്നും വേണ്ട, മോള് ധൈര്യമായിട്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുവാണെങ്കിൽ പിന്നെ വയറുവേദനയൊക്കെ പോയിക്കോളും. അത് ചിലപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചതിൻ്റെ എന്തെങ്കിലും വേദനയായിരിക്കും എന്നൊക്കെ പറയണം. നവ്യ പറഞ്ഞു, അതേന്ന് തോന്നുന്നു, പക്ഷേ ഓരോ നിമിഷം വേദന കൂടിക്കൂടി വരും അമ്മയെന്ന് പറയണം. മോള് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നവ്യയും ചേർത്ത് പിടിച്ച് കനകിയിരിക്കുകയാണ്. ഈ സമയം അബിയോർത്ത് ഇപ്പോഴങ്ങോട്ടേക്ക് പോകണ്ട, അവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞങ്ങോട്ട് പോവാണെ പോട്ടെ, അത്ര ഒരു സമാധാനമുണ്ട്. അതും കൂടെ പോയി കിട്ടുവാണെങ്കിൽ തനിക്ക് സന്തോഷമായി. അങ്ങനെ ഓരോ ബാധകൾ ഒഴിവാക്കി പോകണം. അല്ലെങ്കിൽ തന്നെ ഒരുത്ത് കാരണം ഒരു സമാധാനം ഇല്ലാതെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് പിന്നെ അടുത്തവളും കൂടെ. എല്ലാത്തിനും കൂടെ തനിക്ക് ചുമന്നോട്ട് പോകാൻ പറ്റില്ല, എല്ലാത്തിനെയും ഒഴിവാക്കണം. ഇവിടുത്തെ ഒരുത്തിയുടെ കാര്യം തീർന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. പിന്നെ അവളുടെ ഒരു ശല്യം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ നവ്യ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞൂടെ പോവുകയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ ഒന്നുകൂടെ എളുപ്പമായി. ആ ഒരു ചിന്തയൊക്കെ ആയിരുന്നു അബിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് അബിയാണെങ്കിലോ അപ്പോഴങ്ങോട്ടേക്ക് പോകാൻ കൂട്ടാക്കില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി ഇരിക്കുകയാണ്. ആ സമയം നവ്യക്ക് വേദന കൂടി കഴിഞ്ഞപ്പോഴത്തേനും നവ്യ വല്ലാതെ കിടന്ന് ഇഷ്ടപ്പെടാൻ തുടങ്ങി, കരയാനും തുടങ്ങി. അവസാനം കനക പറഞ്ഞു, ഇനിയിപ്പോൾ അബീനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട മോളെ, നമുക്ക് പോകാം ഹോസ്പിറ്റലിൽ, ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറയണം. അങ്ങനെ അവർ നവ്യേനെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം നവ്യയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന് എന്ത് സംഭവിക്കും. ഇനിയിപ്പോൾ കുഞ്ഞ് മരിച്ചു പോവോ, അതോ ഇനിയിപ്പം അബി അതിനു മുമ്പ് ചെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നൊന്നും അറിയത്തില്ല. ഒരു പക്ഷേ ഇനിയിപ്പം ചന്തുമോളുടെ കാര്യത്തിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത്. അബി എന്താണെങ്കിലും എത്ര നാടകം കളിച്ചെന്ന് പറഞ്ഞാലും അവസാനം അബി പെട്ടുപോവുക തന്നെ ചെയ്യും. അബിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ആദർശം നയനയൊക്കെ എന്താണെങ്കിലും അബീനെ വാച്ച് ചെയ്യും. അബിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊടിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.